നേരത്തെ പറഞ്ഞ പോലെ മഴയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോകാം. മഴ സ്വാഭാവികമായും പ്രേക്ഷകർക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് അറിയാനുള്ള താല്പര്യങ്ങളുണ്ടാകും. കാലവർഷം ഇന്നെത്തുമെന്നുള്ളത് തന്നെയാണ്. ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട്. 11 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ്. അതായത് കാസർഗോഡും കണ്ണൂരും വയനാടും മഴയൊന്ന് ഒരു പക്ഷേ ഒഴിഞ്ഞു നിന്നേക്കാം എന്നുള്ളതാണ് പ്രവചനം. മറ്റു ജില്ലകളിലെല്ലാം യെല്ലോ അലേർട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ തമ്മനത്തും കാക്കനാട്ടും കളമശ്ശേരിയിലും ദുരിതം തുടരുകയാണ്. നവമി ദിനേശ് കൊച്ചിയിലുണ്ട്, ജി ശ്രീജിത്ത് കോട്ടയത്തുണ്ട്, ശശിനാരായണൻ പത്തനംതിട്ടയിലുണ്ട്. കനത്ത മഴയിൽ ആലപ്പുഴയിൽ കായംകുളത്തെ ദുരിതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 400-ലധികം വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. പല വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. കരിപ്പുഴത്തോട് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജലപാതയാണ്. മലയന്നാർ കനാൽ, ഈഞ്ചക്കൽ തോട് എന്നിവ കരകവിഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറി. കൂടാതെ ആലപ്പുഴ കായംകുളം പ്രദേശത്തെ താഴ്ന്ന സ്ഥലങ്ങളിൽ ഗുരുതര പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എരുവ, കുറ്റിത്തെരുവ്, ചേരാവള്ളി, ഈഞ്ചക്കൽ, ചുടുകാട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട്. ഇതിന്റെ രൂക്ഷത വല്ലാതെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ജനങ്ങൾ വീടുകൾ ഒഴിഞ്ഞു പോവുകയാണ്. പ്രായമായവരുണ്ട്, അസുഖബാധിതരുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ഇവരൊക്കെ അവർ താമസിച്ചിരുന്ന വീടുകളിൽ കഴിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വലിയ വെള്ളക്കെട്ടാണ്. കായംകുളത്തെ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊച്ചിയിൽ കഴിഞ്ഞ 3 ദിവസമായി നമുക്കറിയാം, മിനിഞ്ഞാന്ന് കൊച്ചിയിൽ മേഘവിസ്ഫോടനമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിശക്തമായ മഴ ഇന്നലെ തുടർന്നു. മിക്ക പ്രദേശങ്ങളിലും വെള്ളം കയറി എന്നുള്ളത്. നവമി, കൊച്ചിയിലെ സ്ഥിതി ഇന്നെന്താണ്? ഇന്നലെ ഈ ആളുകൾ ഒഴിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വീടുകളിലൊക്കെ വലിയ തോതിലുള്ള വെള്ളം കയറി, ചെളി കയറി, അവിടെ ജീവിക്കാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. രാവിലത്തെ വിവരം എന്താണ്? മഴ ഇപ്പോഴും തുടരുന്നുണ്ടോ? രഞ്ജിത്ത്, രാവിലെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്കിൽ പോലും ആശ്വാസമില്ല. ഈ ഒരു അന്തരീക്ഷം കണ്ടിട്ട് ഉടൻ തന്നെ മഴ പെയ്യുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. മറ്റൊരു കാര്യം, എറണാകുളം ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരിക്കുന്നത്. പറവൂരും കളമശ്ശേരിയിലും തൃക്കാക്കരയിലുമായി 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അതിൽ ഏകദേശം 27ഓളം പേരെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ ഇന്നലത്തെ വെള്ളക്കെട്ടിൽ ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടിയ ഒരു സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന KSRTC സ്റ്റാൻഡ്. പക്ഷേ ഇപ്പോൾ ഇവിടെ വെള്ളം പമ്പ് സെറ്റ് ഉപയോഗിച്ച് അടിച്ചു കളയുന്ന കാനകളിലേക്ക് ഒഴുക്കിവിടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ ആയപ്പോൾ ഇവിടെ കണ്ടത്. മറ്റൊരു കാര്യം, ഈ ഇടപ്പള്ളി, തൃക്കാക്കര, കളമശ്ശേരി, മൂലേപ്പാടം ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ടാണ് ഇന്നലെ രാത്രി അനുഭവപ്പെടുന്നത്. ആളുകളെ ഫയർഫോഴ്സ് എത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വലിയ ഗതാഗത തടസ്സം, മണിക്കൂറുകളോളം വഴികളിൽ വാഹനങ്ങൾ ബ്ലോക്കായി കിടന്ന് ഒരു സ്തംഭനം തന്നെ അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ഹൈക്കോടതി രൂക്ഷ വിമർശനമായിരുന്നു കൊച്ചി കോർപ്പറേഷനെയും ഒപ്പം തൃക്കാക്കര, കളമശ്ശേരി നഗരസഭ അധികൃതർക്കെതിരെയും ഉന്നയിച്ചത്. ഈ മഴ വന്ന് ഉച്ചയിൽ നിൽക്കുമ്പോഴല്ല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ഇത് കൃത്യമായി അറിയാം. മഴ വരും, കൊച്ചി വെള്ളത്തിൽ മുങ്ങാൻ സാധ്യതയുണ്ട്, ജനജീവിതം ദുസ്സഹമാകുമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇത്രയേറെ വൈകുന്നത് എന്നുള്ള രൂക്ഷ വിമർശനം കോർപ്പറേഷനെതിരെ 2 നഗരസഭകൾക്കെതിരെയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, ജനങ്ങളെയും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. കാനകളും തോടുകളും ഓടകളും ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞാലും വീണ്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജനങ്ങൾ തന്നെ കൊണ്ടിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തിയാൽ റെസിഡൻസ് അസോസിയേഷനുകളെ കൂടി പ്രതി ചേർത്ത് കോടതി കേസെടുക്കുമെന്നുകൂടി ഇന്നലെ രൂക്ഷമായ രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ അധികൃതർക്ക് മാത്രമല്ല ഓരോ ജനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെ ഒരു മഴക്കെടുതി വരുമ്പോൾ നമ്മളൊക്കെ വീട് വിട്ടു പോകേണ്ട സാഹചര്യം, വെള്ളം കെട്ടുന്നു, മരണം റിപ്പോർട്ട് ചെയ്യുന്നു, അപകടങ്ങൾ സംഭവിക്കുന്നു, വാഹനങ്ങളൊക്കെ താറുമാറാകുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഒരു മഴ പെയ്താൽ കൊച്ചിക്കാർക്ക് ദുരിതം തന്നെ ദുരിതം. അതിൽ യാതൊരു മാറ്റവുമില്ല. ഇപ്രാവശ്യവും ശുചീകരണ പ്രവർത്തനങ്ങൾ പലയിടങ്ങളിൽ നടത്തിയെന്ന് കോർപ്പറേഷൻ ആവർത്തിച്ച് പറയുമ്പോഴും ഒരു 2 മണിക്കൂർ മഴ നീണ്ടു നിന്നാൽ ഇതെല്ലാം താറുമാറാവും. കൊച്ചി കോർപ്പറേഷന്റെ വാദം പൊള്ളയാണെന്ന് വ്യക്തമാകുകയും ചെയ്യും. എന്തായാലും കളമശ്ശേരി, ഇടപ്പള്ളി, തൃക്കാക്കര ഭാഗങ്ങളിൽ, മൂലേപ്പാടത്തൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ്
ആളുകളൊക്കെ ഇന്നലെ രാത്രി തന്നെ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ മഴ പോയാൽ പ്രളയ സമാനമായ രീതിയിലേക്ക് കൊച്ചി നഗരം വീണ്ടും എത്തുമെന്നുള്ളതിൽ നിസ്സംശയം പറയാൻ സാധിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ കാര്യം നവമി സൂചിപ്പിച്ചല്ലോ. നവമി, നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്, ഒരുപാട് ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. ഒപ്പം മറ്റൊരു പ്രധാന പ്രശ്നം, മഴ മാറിയാലും ഈ ശുചീകരണം നടത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളിയല്ലേ കോർപ്പറേഷനും മറ്റും. വീടുകൾക്കുള്ളിൽ പോലും ചെളിയടിഞ്ഞ പശ്ചാത്തലമുണ്ട്, ഒപ്പം മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. ഈ വേനൽക്കാലത്ത് തന്നെ നമുക്കറിയാം കൊച്ചിയിലെ വേസ്റ്റുമൊക്കെയായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ നമ്മൾ ചെയ്തതാണ്. അത് വലിയ ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുന്നില്ലേ? അതിനുള്ള എന്ത് പ്രതിവിധിയാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കേണ്ടതുണ്ട്? അതിന് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്ത് സംഭവിക്കുന്നുണ്ടോ? കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് ഇപ്പോഴും മേയർ വ്യക്തമാക്കുന്നത് വൃത്തിയായിട്ടുള്ള പരിപാടികളല്ല, ക്ലീനിംഗ് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. വളരെ അപ്രതീക്ഷിതമായി മഴ ഇങ്ങനെ തോരാതെ പെയ്യുന്നു, മേഘവിസ്ഫോടനം വന്നു, ഇതുകൊണ്ടാണ് വെള്ളക്കെട്ട് ഉയരാൻ കാരണമെന്നുള്ളൊരു വാദമാണ് ഇപ്പോഴും മേയർ പറയുന്നത്. ഇതൊക്കെ നമുക്ക് പറയാൻ സാധിക്കില്ല, പ്രകൃതിയുടെ ഓരോ കാര്യങ്ങളാണ്. മേഘവിസ്ഫോടനം ഒക്കെ പെട്ടെന്നായിരിക്കും സംഭവിക്കാൻ. പക്ഷേ ഇത് കരുതേണ്ടത് ആവശ്യമാണ്. ഒരു അധികൃതർ അല്ലെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ അല്ലെങ്കിൽ ഏത് നഗരസഭകളാകട്ടെ ഇതൊക്കെ പ്രതീക്ഷിച്ചു വേണ്ടേ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ എന്നുള്ളൊരു ചോദ്യം കൂടി ഇന്നലെ ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിയന്തരമായി ഒരു ക്ലീനിംഗ് ശുചീകരണ പ്രവർത്തനങ്ങൾ, ഈ കാനകളും തോടുകളും ഒക്കെ എത്രയും വേഗം ഈ മാലിന്യങ്ങൾ തടസ്സം സൃഷ്ടിക്കാതെ വെള്ളമൊക്കെ ഒഴുകി പോകുന്ന ഒരു രീതിയിലേക്ക് കാനകളെയും ഓടകളെയും ഒക്കെ ശുചീകരിക്കണമെന്ന് ഇന്നലെ തന്നെ കോർപ്പറേഷൻ ചെയ്യുമെന്നാണ് കോടതിയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ മഴ തുടരെ നിന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വൃത്തിയാക്കുക എന്നുള്ളതിൽ ഇപ്പോഴും സംശയമുണ്ട്. ഇതിനു മുൻപ് ഇതൊക്കെ ചെയ്യാമായിരുന്നു കോർപ്പറേഷനും അധികൃതരുമൊക്കെ. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച് വെള്ളക്കെട്ട് വീണ്ടും ഒരു ദുരിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ളൊരു പ്രശ്നം തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു KSRTC സ്റ്റാൻഡിലും സ്ഥിതി വ്യത്യസ്തമല്ല. മുട്ടോളം മുങ്ങിയ ഒരു അവസ്ഥയിലാണ്. ബസ്സുകൾ പോലും ഇതിന്റെ ഉള്ളിലേക്ക് കയറാത്ത രീതിയിലേക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് MLA കൂടിയായ മന്ത്രിയും MLA കൂടിയായ P രാജീവ് വരെ ഇവിടെ എത്തി വ്യക്തമാക്കിയതായിരുന്നു. പക്ഷേ പേരിന് വേണ്ടി പോലും യാതൊരു നവീകരണ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടില്ല എന്നതാണ് യഥാർത്ഥ സത്യം. രഞ്ജിത്ത്. ഒപ്പം നവമി, ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ട് ഇൻഫോ പാർക്കിൽ ഒരു 2 മണിക്കൂറൊക്കെ മഴ ആ പ്രദേശത്ത് പെയ്താൽ അതിശക്തമായ വെള്ളക്കെട്ടുണ്ടാകും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. IT കമ്പനികൾ നിരവധിയായി ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത ആളുകൾ ജോലി ചെയ്യുന്ന നമ്മുടെ അഭിമാന പ്രദേശമാണ് ഇൻഫോ പാർക്ക് എന്ന് പറയുന്നത്, നമുക്കറിയാം. പക്ഷെ അതിൻ്റെ സുരക്ഷിതത്വം, ഈ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. വെള്ളക്കെട്ടിലാണ്, പല കമ്പനികളിലും വെള്ളം കയറിക്കഴിഞ്ഞു. ഇതിനൊക്കെ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകണം, പരിഹരിക്കണം. അത്തരം എന്തെങ്കിലും ആലോചനകളുണ്ടോ? ഇപ്പോൾ ഇൻഫോ പാർക്കിലെ വെള്ളം ഒഴിഞ്ഞിട്ടുണ്ടോ? അവിടെ നേരത്തെ ഉള്ള പോലെ സാധാരണ സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ എന്താണ്? ഇൻഫോ പാർക്ക് ആണല്ലോ കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിലും മറ്റും നിറഞ്ഞു നിൽക്കുന്ന അവിടുത്തെ ചിത്രങ്ങളും വെള്ളക്കെട്ടും മറ്റും. രഞ്ജിത്ത്, ഇൻഫോ പാർക്കില് കഴിഞ്ഞ 3 ദിവസമായി നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ മഴ പെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടാകുന്നു, ഗതാഗതം താറുമാറാകുന്നു, ജീവനക്കാർക്കൊന്നും പുറത്തേക്കോ അകത്തേക്കോ പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യമാണ് നമ്മൾ ഇൻഫോ പാർക്കിൽ കണ്ടത്. അവിടെയും എത്രയും വേഗം ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എപ്രകാരമായിരിക്കും ആ ഒരു പ്രവർത്തനങ്ങൾ നടക്കുക എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ചേട്ടാ, കൊച്ചിക്കാരൻ തന്നെയാണോ? അല്ല, ഈ ഇവിടെ വരുന്നതാണോ സ്ഥിരം കൊച്ചിയിൽ? ഈ വെള്ളക്കെട്ട് ഇവിടെ നല്ല വെള്ളമായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ബസ് സ്റ്റാൻഡ്? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ യാത്രക്കാരാണ്, ഇവർക്കൊക്കെ സ്ഥിരം ഉള്ള പരാതിയാണ് ഇത്തരത്തിൽ നല്ല വെള്ളക്കെട്ടാണ്. രഞ്ജിത്ത് പറഞ്ഞത് നമ്മൾ ഇൻഫോ പാർക്കിന്റെ കാര്യമാണ്. ഇൻഫോ പാർക്കിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അടിയന്തരമായിട്ടുള്ള പ്രശ്നപരിഹാരം വേണമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഏത് വിധത്തിലായിരിക്കും ഇനി അവിടെ ഒരു വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള
സംവിധാനം ഏർപ്പെടുത്തുക എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ഇന്നലെയൊക്കെ ഏകദേശം രാത്രി 8 മണിയൊക്കെ ആയപ്പോഴേക്കും വാഹനങ്ങളൊന്നും പുറത്തേക്ക് എടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇൻഫോ പാർക്കിന്റെ സ്ഥിതി വഷളായി കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ പല വാഹനങ്ങളും, ഇരുചക്ര വാഹനങ്ങളായിക്കോട്ടെ കാറുകളായിക്കോട്ടെ, വെള്ളത്തിൽ മുങ്ങിയ ഒരവസ്ഥ, പല തകരാറ് സംഭവിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ, കാനകളിലേക്കൊക്കെ വണ്ടി മറിയുന്ന ഒരു സാഹചര്യം, കാറുകളൊക്കെ കാനയിൽ മറിഞ്ഞ ഒരു ദൃശ്യം വരെ നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് കൊച്ചി നഗരത്തിൽ ഇൻഫോ പാർക്ക് ആയിക്കോട്ടെ, കളമശ്ശേരി, മൂലേപ്പാടം, തൃക്കാക്കര, ഇടപ്പള്ളി, KSRTC സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള മിക്കയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നത് കൊണ്ടാണ് ഈ വെള്ളം എല്ലാം ഒലിച്ചു ഇറങ്ങി പോവുകയും ഒപ്പം പമ്പ് സെറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ കാനകളിലേക്ക് ഒഴുക്കി വിടുകയും ചെയ്തത്. പക്ഷെ ഇത് എത്രത്തോളം ഫലപ്രദമാണ്? ഈ മഴ തോരാതെ നിന്നു കഴിഞ്ഞാൽ കൊച്ചിക്കാരുടെ അവസ്ഥ വളരെ ദുരിതമാണ്. നമുക്ക് ഇവിടെ കുറച്ച് ഓട്ടോ ചേട്ടന്മാരുണ്ട്, അവരോടും കൂടി ചോദിക്കാം. ചേട്ടാ, കൊച്ചിയിൽ വെള്ളക്കെട്ട് വീണ്ടും രൂക്ഷമാണ്. ഇന്നലെയൊക്കെ KSRTC സ്റ്റാൻഡ് വലിയ വെള്ളക്കെട്ടിലാണ് ഉണ്ടായിരുന്നു. ഭയങ്കര വെള്ളക്കെട്ടായിരുന്നു. ഇവിടെ മൊത്തം വണ്ടിയൊന്നും ഓടാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വണ്ടി ഓടിയിട്ടില്ല. പിന്നെ വെള്ളം കയറുകൊണ്ട് വണ്ടികൾക്ക് കംപ്ലൈന്റ് ആകുന്നു, യാത്രക്കാർക്ക് ദുരിതം, ആകെ പ്രശ്നങ്ങളാണ്. മൊത്തമായിട്ട് എല്ലാ റോഡിലും വെള്ളമായിരുന്നു. കാനകളൊന്നും ഇപ്പോഴും വൃത്തിയാക്കിയിട്ടില്ല. ഇല്ല, വൃത്തിയാക്കിയത് അവർ പറയുന്നേ ഉള്ളൂ. വൃത്തിയാക്കിയില്ല, നമുക്ക് ഇപ്പോഴും അറിയില്ല. ഈ അടുത്ത് ഇവിടുത്തെ ഒരു കാന ഉണ്ടായിരുന്നു, അത് ചെറുതായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്, എന്നാലും ഫുള്ളാക്കി ചെയ്തിട്ടില്ല. പിന്നെ ഒരുപാട് കാനകൾ ഇപ്പോൾ നമ്മുടെ മുല്ലശ്ശേരി കാന റോഡിലുള്ള, അത് മെയിൻ ഒരു കനാലാണ്, അതിപ്പോഴും ഒന്നും ആയിട്ടില്ല. അതിൻ്റെ പരിപാടികളൊന്നും ആയിട്ടില്ല. അതിങ്ങനെ തന്നെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കണാണ്. അത് അതിലെവിടെ ശരിക്കും നീരൊഴുക്കുള്ള കാണാണ്. പക്ഷെ അത് ഒഴുക്കിപ്പോൾ കുറവാണല്ലോ, ഇവിടെ ബ്ലോക്കായിട്ട് കിടക്കണമെന്നാണ് തോന്നുന്നത് ഇപ്പോൾ ശരിക്കും. സ്ഥിരമായിട്ട് ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ചേട്ടനാണ്. എങ്ങനെയാണ് ഈ കൊച്ചിയിൽ ഒരു മഴ വരുമ്പോൾ? എനിക്കിപ്പോൾ 50 വയസ്സായി. ഞാൻ ജനിച്ചപ്പോൾ കാണാൻ വെള്ളപ്പൊക്കം ഇവിടെ കാണാനൊന്നും പണിയണില്ല. കാണ പണിയണിപ്പോൾ കാശുണ്ടാക്കാനാണ് എല്ലാവരും പറഞ്ഞ. കാണ ടൈലിട്ട് മൂടി ഭംഗിയാക്കി, എന്നിട്ട് പിന്നെ അടുത്ത കാണ പൊളിക്കണ സമയത്താണ് ഈ കാണ കോരണത്. ഇപ്പൊ ഈ മഴക്കാലത്ത് കോരണത് എന്ത് ശരിക്കും പറഞ്ഞ കോമഡിയാണ്. ഈ വെള്ളപ്പൊക്കത്തിൽ വെള്ളം മുങ്ങിക്കുമ്പോൾ ചെളികോരി റോട്ടിലിടണത്. ഇതൊക്കെ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുതന്നെയാണ് രഞ്ജിത്ത്, കൊച്ചിക്കാരുടെ ഒരു പ്രതിഷേധം കൂടിയാണ്, അവരുടെ ഒരു വേദന കൂടിയാണ് ഇപ്പോൾ പങ്കുവച്ചത്. 50 വർഷമായി ആ ചേട്ടൻ കൊച്ചിയിൽ ഓട്ടോ ഓടിക്കുന്നു, കൊച്ചിക്കാരനാണ്. ഇതൊക്കെ കൊച്ചിയെ സംബന്ധിച്ച് സ്ഥിരമാണ്. ഈ അധികൃതരൊന്നും കൃത്യമായി ഇതൊന്നും നോക്കുന്നില്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. നമ്മളും ഇതിനു മുൻപും പലതവണ ഈ കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടുകൾ അല്ലെങ്കിൽ KSRTC സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിനെയൊക്കെ നിരവധി തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ ഇപ്പോഴും ഒരു മഴ പെയ്യുമ്പോൾ കൊച്ചിയുടെ അവസ്ഥ വ്യത്യസ്തമല്ല. ജീവിതം, ഈ കൊച്ചിക്കാരുടെ ജീവിതം വീണ്ടും വീണ്ടും ദുസ്സഹമാകുന്നു. വീട് വിട്ടു പോകേണ്ടി വരുന്നു, വീട്ടു സാധനങ്ങൾ നശിക്കുന്നു, ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി താമസിക്കേണ്ടി വരുന്നു. ഇങ്ങനെ ആവർത്തിച്ച് എത്രമാത്രം വിമർശിച്ചാലും, ഹൈക്കോടതി പോലും വിമർശിച്ചാലും, കൊച്ചി കോർപ്പറേഷനോ മറ്റ് നഗരസഭകളിലോ ജനങ്ങളുടെ കാര്യത്തിൽ യാതൊരുവിധ ഒരു രീതിയിൽ പോലും അവരെ പരിഗണിക്കുന്നില്ല എന്ന് തന്നെ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകും. അതാണ് നവമി, കൊച്ചിയിലെ ഓട്ടോക്കാർക്കൊപ്പം നാട്ടുകാർക്കൊപ്പം ചേർന്നാണ് കൊച്ചിയിലെ ദുരിതം. പക്ഷേ ജോർജ് മാത്യു എന്ന ഒരു പ്രേക്ഷകൻ നമുക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഒരു മാസം മുമ്പ്, അതായത് ദുബായ് നഗരത്തിൽ ഏതാണ്ട് 142 മില്ലിമീറ്റർ മഴ പെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് ദുബായ് എയർപോർട്ടും മെട്രോയും ഉൾപ്പെടെ 3-4 ദിവസം അടച്ചിട്ടു. പക്ഷേ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴ 6 മണിക്കൂർ കൊണ്ട് 157 മില്ലിമീറ്റർ മഴ പെയ്തിട്ടും അവിടെ എയർപോർട്ടും അവിടുത്തെ മെട്രോയും ഒന്നും അടച്ചിടുകയോ ചെയ്യേണ്ടി വന്നില്ല. അത് വളരെ പെട്ടെന്ന് സാധാരണ നിലയിലാകും. അത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ വിമർശനം പോലെയല്ല, കേരളത്തിലെ സർക്കാരിൻ്റെ ഗുണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. കാരണം കൊച്ചിയിൽ ഉണ്ടായ ദുബായിയേക്കാളും വലിയ മഴ പെയ്തിട്ടും കൊച്ചിയിൽ അതനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്ന് സമർത്ഥിക്കുകയാണ് അദ്ദേഹം. അതാണ് ജോർജ് എം തോമസിൻ്റെ നമ്മളോട് വായിച്ചിരിക്കുന്ന മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ശ്രീജിത്തിലേക്ക്